ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ പൊരിക്കുക, റോസ്റ്റ് ചെയ്യുക, നമുക്ക് എന്താ ഇഷ്ടമുള്ള പേരിടാം. എനിക്കിതിന് എന്താ പേരുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ആദ്യം ചെമ്മീനിലേക്ക് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അത് നമ്മൾ ചെമ്മീൻ എത്ര എടുക്കണം അതിനാവശ്യത്തിന് എടുക്കുക. അപ്പോൾ അതും പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇടണം. നമ്മളെല്ലാ മസാലയും കൂടി ഒരുമിച്ച് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഈ മസാലയിൽ തന്നെ നമ്മൾ മുളകും മഞ്ഞളൊക്കെ കൂടുതൽ ഇടണം കേട്ടോ. നമ്മളിനി അടുത്തതിലൊന്നും ഇടാൻ പോണില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് കൂടുതലാക്കിയിട്ട് ഇടണം. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മസാല ഉണ്ടാക്കണുണ്ടല്ലോ, ഇത് മാത്രം മതി, ഇതിലേക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മറ്റേ തക്കാളി അങ്ങനെയൊന്നും ഇടുന്നില്ല. അപ്പോൾ ചെമ്മീനിൽ കുറച്ച് മസാല വേഗം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സുറുക്കും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക അത്. അപ്പോൾ അതാ ഇതേപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കണത് ഒരു അരക്കിലോ കുറച്ചും കൂടുതലുണ്ടാവും ചെമ്മീനാണ് എടുത്തേക്കണത്. അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഞരമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ വേസ്റ്റ് അതൊക്കെ കളയണം കേട്ടോ. അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മസാല പുരട്ടാനുള്ളതാണ് കേട്ടോ. നമ്മൾ മുന്നടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലയിലാണ് ഈ മീൻ വറുത്തതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. സിമ്പിളാണ്, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേറൊരു കറിയും വേണ്ട, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ചെമ്മീൻ എങ്ങനെ കറി വെച്ചാലും ഭയങ്കര ടേസ്റ്റാണല്ലോ. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റാവുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇപ്പോൾ വിലക്കുറവിന് വരുന്നുണ്ടല്ലോ ചെമ്മീൻ, 100-150 ഉള്ള കിലോന്. അപ്പോൾ കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ ചെമ്മീൻ കിട്ടിയ ചെമ്മീൻ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കും, പിന്നെ അതുപോലെ മുരിങ്ങക്കായ ഇട്ട് വെക്കും. അങ്ങനെ ഒരേ എന്താ കിട്ടണത് ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉമ്മ കറി വെക്കും. മറ്റേ കൊള്ളി ആയാലും കപ്പ ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും, അങ്ങനെ മറ്റേ കടച്ചക്ക, അങ്ങനെ എന്ത് കിട്ടിയാലും ഉമ്മ അത് ചെമ്മീൻ ഇട്ടിട്ട് വെക്കും. ചെമ്മീൻ കിട്ടിയ ഇവിടെ എന്താ ഉള്ളത് അത് ഇട്ടിട്ട് ഉമ്മ കറി വെക്കും. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവിടുത്തെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം അതിശയായിരുന്നു, ഈ കുറച്ച് സാധനം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചോറിനാവാൻ പറ്റുമോ എന്നുള്ളത്. കഴിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഭയങ്കര ടേസ്റ്റാണെന്നുള്ളത്. അപ്പോൾ അത് മസാല പരട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് മതി, കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. മീൻ മുഴുവനായിട്ട് മുങ്ങി കിടക്കണ അത്ര ഒന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ മുന്നേ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചൊന്നല്ല, നമ്മളേക്ക് എത്രയൊക്കെ ഉണ്ട് അതെല്ലാം ഇതിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ എല്ലാ ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതലാണെങ്കിൽ 2 ട്രിപ്പിനൊന്നും നിൽക്കണ്ട കേട്ടോ, ഒരു ഇതിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ മതി. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനൊന്നുമല്ലല്ലോ. ഈ വെളിച്ചെണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ടൊന്ന് വേവേ വേണ്ടുള്ളൂ. അപ്പോൾ അത് കുറേ വെളിച്ചെണ്ണയും വേണ്ട. ഇനിയിപ്പോൾ ഇത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ടല്ലോ, ഇനി നമുക്കത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വീണ വെള്ളം ഉണ്ടല്ലോ അതിൽ കിടന്ന് വേവണം. ആ വെളിച്ചെണ്ണയും ആ വെള്ളം കൂടിയിട്ട് കിടന്നിട്ട് വേവണം. ഇനി നമുക്കൊന്ന് പതുക്കിനൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഓരോ ഭാഗം വെന്ത് വരണം. അത് ഇനിയിപ്പോൾ എണ്ണ നമ്മൾ നന്നായി ഒഴിച്ചിട്ട് ഇതാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ അടച്ച് വെച്ചിട്ടാണ് നമ്മളത് വേവിക്കേണ്ടത്. തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ അത് വേഗം കരിഞ്ഞ് പൂവും ചെയ്യും, പിന്നെ അങ്ങനെ വേവില്ല, ഫ്രൈ ആയിട്ട് വരില്ലല്ലോ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തക്കാളി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഒരു 3 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളകൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യത്തിനുള്ള എരിവ് ഇട്ടിട്ടുണ്ട്, മുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവും. പിന്നെ കുരുമുളകിൻ്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്താൽ മതി. ഇനി വീണ്ടും അത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ ഓരോ ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് തുറന്ന പോലെ ആയിട്ടുണ്ടല്ലോ, വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഇത് നല്ല വെളിച്ചെണ്ണയിലുള്ള ഒരു മണമാണല്ലോ, ഈ മണം മതി, വേറെ ഒന്നും വേണ്ട നമുക്ക് കുറേ ചോറുണ്ണാൻ. അപ്പോൾ അത് നല്ല മണമാണ് കേട്ടോ, തുറക്കുമ്പോൾ ഭയങ്കര മണമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഈ സമയത്തൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സബോളയും വേണം, കുറച്ച് തേങ്ങയും വേണം. അപ്പോൾ ഒരു സബോള ഞാൻ എടുത്തേക്കുന്നത് വലുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ കൂടുതൽ സബോള ഇടാം. ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ള മതിരിക്കും എന്ന് പറഞ്ഞിട്ട് ഉമ്മ.
അപ്പോൾ ഒരു സബോള എടുത്തു, പിന്നെ കുറച്ച് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടാണ് ഇപ്പോൾ ഈ ചെമ്മീന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം, ഇതാണ്, ഈ രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ആ മസാല ഈ തേങ്ങയിലും ആ സബോളയിലും ഈ ഒരു മസാല ചേരണം, നന്നായി പിടിക്കണം. അപ്പോൾ എല്ലായിടത്തും നന്നായി ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും നന്നായി ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ വലുതായിട്ട് വേവാനൊന്നുമില്ല, ഒന്ന് ആ സബോള ഒന്ന് വാടി വന്നാൽ മതി, നന്നായി വാടണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചട ഒന്ന് മാറി വന്നാൽ മതി. ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴതന്നെ ഇപ്പോൾ ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം വെച്ചിട്ട് എങ്ങനെ ചോറ് ഉണ്ണാൻ പറ്റുകയെന്ന്. അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കി നോക്ക്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറുണ്ണാം. അപ്പോൾ നമുക്ക് തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ചെമ്മീൻ കിട്ടുമ്പോൾ. എൻ്റെ അനിയത്തി പറയുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട് അല്ല വലുതായിട്ട് തള്ളൽ കൂടുതലാണ്, തള്ളി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ തള്ളുന്നുണ്ടെന്ന്? ഇത് തള്ളലല്ല കേട്ടോ, ഇത് കാര്യമാണ്. നല്ല രസമുള്ള ഫ്രൈ ചെയ്യുന്ന എന്താ റോസ്റ്റ് എന്താ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, അപ്പോഴറിയുള്ളൂ ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് എന്തായാലും എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ, അടുത്ത ഏതെങ്കിലും വരുന്ന വീഡിയോയിലെങ്കിലും വന്നിട്ട് അതിൻ്റെ കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ, നമ്മുടെ സബോളയിലേക്കും പിന്നെ തേങ്ങയിലേക്കും വേണ്ട ഉപ്പ് അത് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇട്ട് ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം കൂടി അത് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇനി തുറന്ന് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടി വെച്ചാൽ മതി, അതിൻ്റെ ഉള്ളിൽ തന്നെ ആവും. അതൊന്നാ തേങ്ങയൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് വരണം, ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി തുറന്ന് വെച്ചിട്ട് മതി കേട്ടോ, നമ്മൾ അടച്ച് വെക്കൊന്നും വേണ്ട. നന്നായി ഇളക്കി കൊടുത്തിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ആ സബോളയും തേങ്ങയും എല്ലാം കൂടിയിട്ട് അതിൽ മിക്സായി വന്നിട്ടുണ്ടല്ലോ, നോക്കിയേ. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ചോറിലേക്ക് മാത്രമല്ല പുട്ടിലേക്കും അടിപൊളിയാണ്. പുട്ടിലേക്ക് നിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ആ തേങ്ങയുടെയും പിന്നെ പുട്ടിൻ്റെ ഒക്കെ കൂടി വരുമ്പോൾ നല്ല രസമാണ്. ചെമ്മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയതും ചെമ്മീൻ കറി ഉണ്ടാക്കിയതും ചെമ്മീനോട് വട ഉണ്ടാക്കി ആ വീഡിയോ ഒക്കെ ഉണ്ട്, പറ്റാവുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കയറി കാണും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം.